ആ മാതാപിതാക്കളുടെ ദുആഇന്റെ പവർ ഭയങ്കര പവറുള്ളതാണ്. അവരുടെ ദുആഇന് ഭയങ്കര അസറാ. പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം ഞാൻ ഒരു ചെറിയ സംഭവം പറയാം. നമുക്കറിയില്ലേ, മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനെ അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സഹീഹുൽ ബുഖാരി, ആധികാരികമായി പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ മുസ്ലിം ഉമ്മത്തിന് ഏറ്റവും ആധികാരികമായ ഗ്രന്ഥം അത് സഹീഹുൽ ബുഖാരിയാണ്. ആ സഹീഹുൽ ബുഖാരിയുടെ മുസന്നിഫായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, അവിടുത്തെ പിതാവ് ബുഖാരി ഇമാമിന്റെ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു. അവിടുത്തെ കണ്ണിന്റെ കാഴ്ച ബുഖാരി ഇമാമിന്റെ ചെറുപ്പത്തിൽ തന്നെ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു. അനാഥയായ കുഞ്ഞിനെ ഉമ്മ ഏറ്റെടുത്തു. അനാഥയായ കുഞ്ഞിനെ എടുത്ത് മടിത്തട്ടിലേക്ക് വെച്ചുകൊണ്ട് ആ ഉമ്മ അങ്ങ് ദുആ ചെയ്യുന്നു, അനാഥയാണ് ഈ കുഞ്ഞ് യാ റഹ്മാനേ, കണ്ണിന് കാഴ്ച കൊടുക്കണം മന്നാനേ. ഈ കുഞ്ഞ് യതീമ, ഈ കുഞ്ഞിന്റെ കണ്ണിന് നീ നല്ല കാഴ്ച കൊടുക്കണം അല്ലാഹ്. ഒരൊറ്റ ദുആ. ആ രാത്രിയിൽ ആ ഉമ്മ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനെ സ്വപ്നം കാണുന്നു. ആ ഉമ്മയോട് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം എന്നിട്ട് പറയുന്നു, നിനക്കുത്തരം അല്ലാഹു തന്നെ ചെയ്തു പോയി, കുഞ്ഞിന്റെ കണ്ണിന് നല്ല കാഴ്ച ലഭിച്ചു പോയി. പെണ്ണേ, നിനക്ക് അല്ലാഹു തആല ഉത്തരം ചെയ്തിരിക്കുന്നു, നിന്റെ കുഞ്ഞിന്റെ കണ്ണിന് നല്ല കാഴ്ച ലഭിച്ചിരിക്കുന്നു. പിറ്റേ ദിവസം ഉമ്മ സുബ്ഹിക്ക് ചെന്ന് തന്റെ പൊന്നുമോനെ നോക്കുമ്പോൾ അൽഹംദുലില്ലാഹി സുമ്മ അൽഹംദുലില്ലാഹ്, തന്റെ കുഞ്ഞിന്റെ കണ്ണിന് പൂർണ്ണമായും കാഴ്ച ലഭിച്ചിരിക്കുന്നു. ഇവിടെ സംഭവിച്ചത് എന്താ? ദുആഉൽ വാലിദി ലിവലദിഹി കദുആഇൻ നബിയ്യി ലിഉമ്മത്തിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച മാതാപിതാക്കളുടെ ദുആഇന്റെ പവറാ. നബി തങ്ങൾ എന്താ പഠിപ്പിച്ചത്? മാതാപിതാക്കൾ അവരുടെ മക്കൾക്ക് വേണ്ടി പൊട്ടിക്കരഞ്ഞ് ഉള്ളൊരുക്കി ദുആ ചെയ്യുന്നത് അല്ലാഹു സ്വീകരിക്കുന്നത് എപ്രകാരമാണെന്നോ? അല്ലാഹുവിന്റെ 1,24,000-ൽ പരം പ്രവാചകന്മാർ അവരുടെ ഉമ്മത്തിന് വേണ്ടി ദുആ ചെയ്തത് അല്ലാഹു എപ്രകാരം സ്വീകരിച്ചിട്ടുണ്ടോ അപ്രകാരം തന്നെയാണ് നമ്മുടെ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് അല്ലാഹു സ്വീകരിക്കുന്നതെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു.